അപ്പോൾ ഒരു രോഗം വന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്പെഷ്യൽ കെയർ ആണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയുണ്ട്, അല്ല അമ്മച്ചിക്ക് സുഖമാണോ, അല്ല അപ്പച്ചന് സുഖമാണോ, ഡാഡിക്ക് സുഖമാണോ, അല്ല ഇന്ന ആൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് നമുക്കൊരു സുഖമാണ്. അതിൽ കൂടുതൽ എൻജോയ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ രോഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിനെ നമ്മൾ ഒരു പരിധിവരെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ സൈക്കോളജിക്കലായിട്ട് നമസ്കാരം. അലക്സാന്ദ്ര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ രഘുനാഥ് സാറാണ്. സാറിൻ്റെ സ്ഥലം തൃപ്പൂണിത്തുറയാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണെന്ന് പറയാം. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പയറുമണികൾ, അതായത് ചെറുപയർ, വൻപയർ, ഉലുവ, കടല, അല്ലെങ്കിൽ കിഡ്നി ബീൻസ് എന്നൊക്കെ പറയുന്ന അല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ധാന്യങ്ങൾ, ഇലകൾ, നിറങ്ങൾ ഒക്കെ ഉപയോഗിച്ച് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മാറില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് അതിനെ മാറ്റിത്തരും. അതാണ് സാറിൻ്റെ വിദ്യ. അതെന്താണെന്ന് സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഈ ചെറുപയർ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറിയ ചെറിയ പയറുമണികൾ. അപ്പം എന്തുകൊണ്ടാണ് പയർ, ഉലുവ, ഈ പറഞ്ഞ ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? ഒന്ന്, നമ്മൾ സുജോഗ് തെറാപ്പിക്കകത്ത് സീഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലീഫ് തെറാപ്പി ഉണ്ട്, ബ്രാഞ്ചസുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ കളറുണ്ട്, മാഗ്നറ്റ് ഉണ്ട്, മോക്സിബിഷൻ എന്ന് പറയുന്നത്, പിന്നെ മൈക്രോ നീഡിൽ, ഇത്രയും അതിനകത്ത് വരുന്നതാണ്. അപ്പം സീഡ് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ പയറുമണി അല്ലെങ്കിൽ ഗ്രേപ്പിൻ്റെ ഒരു സീഡ് അല്ലെങ്കിൽ ഉലുവ, ഇതൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള എനർജി, ആ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പലതരത്തിലുള്ള രോഗത്തെയും, രോഗാണുക്കളെ അല്ലെങ്കിൽ ഡിസീസ്ഡ് എനർജിയെ എലിമിനേറ്റ് ചെയ്ത് പുറത്ത് കളയാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളിൽ ഒന്നാണ്. അത് നമ്മൾ പ്രാഥമികമായിട്ട് സുജോക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു. അത് നമ്മളിപ്പം ഇത് സയന്റിഫിക് ആയിട്ട് തെറാപ്പിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യം ഇതൊക്കെ വേവിച്ച് കഴിക്കുക അല്ലെങ്കിൽ കിളിർപ്പിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉള്ളിൽ ചെന്നാൽ ഇത് ഉണ്ടാവില്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇത് പുറത്ത് വെച്ചാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ, അത് ഉള്ളിൽ ചെന്നാൽ ഇത് സംഭവിക്കുമോ എന്നും കൂടെ അറിയേണ്ടിയിരിക്കുന്നു. അത് നമ്മളൊരു ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു പാൻക്രിയാസിൻ്റെ പ്രോബ്ലം, ഡയബറ്റിക്സിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ പാൻക്രിയാസിൻ്റെ കറസ്പോണ്ടൻസ്, നമുക്കെല്ലാം കറസ്പോണ്ടൻസ്, അതായത് നമുക്ക് സ്ട്രക്ചറൽ സിസ്റ്റം ഉണ്ട്, കറസ്പോണ്ടൻസ് സിസ്റ്റം ഉണ്ട്, ഫങ്ഷണൽ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മെറിഡിയൻസ് എന്നൊക്കെ പറയുന്ന കുറേ സെക്ഷൻസ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഹയർ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ഉണ്ട്, പലതുണ്ട്. ഇപ്പം ഇതിൽ നമ്മൾ സ്ട്രക്ചർ, ഇപ്പം നമുക്കൊരു പാൻക്രിയാസ് എന്ന് പറയുന്ന, ഇപ്പം ഡയബറ്റിക്സ്, ഇൻസുലിൻ ഉൽപാദനക്ഷമത ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പം അതിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്ന വ്യക്തികൾക്ക് വീട്ടിൽ പോയിട്ട് അവർക്ക് സാധാരണ നിലയിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് തെറാപ്പിസ്റ്റാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പിന്നെയും വന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ പോകുക എന്നുള്ള രീതിയാണ് മറ്റുള്ള എല്ലാ തെറാപ്പിയിലും. പക്ഷേ സുജോക്കിനകത്ത് നമ്മൾ ഈ സീഡ് തെറാപ്പി വരുന്ന ആൾക്കാർ കൂടുതൽ വരാതെ 1-2 സെറ്റിങ് ചെയ്തതിന് ശേഷം അവർക്ക് ആ സീഡ് തെറാപ്പി, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതുപോലെ ഡയബറ്റിക്സിൻ്റെ കറസ്പോണ്ടൻസ് പാൻക്രിയാസിൻ്റെ, ആ പാൻക്രിയാസിൻ്റെ ഇന്ന പോയിന്റിൽ നമ്മൾ ഇത്ര വലുപ്പത്തിൽ, പാൻക്രിയാസിൻ്റെ വലുപ്പം അനുസരിച്ച് കുറച്ച് വലുപ്പം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ആ പർട്ടിക്കുലർ കറസ്പോണ്ടൻസിൽ നമ്മൾ ഉലുവ വെച്ച് രാത്രി കിടക്കാൻ നേരത്ത് അത് ഒട്ടിച്ച് വെച്ചിട്ട് കാലത്തെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നമ്മൾ 21 ദിവസം കണ്ടിന്യൂ ചെയ്തിട്ട് ഒരാഴ്ച ബ്രേക്ക് എടുത്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പം നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ട് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ആ സീഡ് വെച്ച് ഒരു ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്യും. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ
നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് റിങ്, സുജോക്ക് റിങ് എങ്ങനെ ഉപയോഗിക്കണം. അപ്പം ആ സ്റ്റിമുലേഷൻ അതിൻ്റെ കൂടെ തന്നെ അല്ലാതെ തന്നെ കറസ്പോണ്ടൻസിൽ പാൻക്രിയാസിൻ്റെ കറസ്പോണ്ടൻസിൽ നമ്മൾ പ്രോബ് ഉപയോഗിച്ച് ചികിത്സിക്കുന്ന രീതി നമ്മളെങ്ങനെയാണ് സ്റ്റിമുലേറ്റ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ജെൻറ്റിൽ മസാജ് ചെയ്യേണ്ട രീതിയും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്ത് ഡയബറ്റീസ് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രോബാണെങ്കിൽ സീഡാണെങ്കിലും എല്ലാം നമ്മുടെ കൈ വെള്ളയിൽ അല്ലെങ്കിൽ ഫിംഗേഴ്സിൽ അല്ലെ വിരലുകളിൽ അല്ലെങ്കിൽ കാൽപാദത്തിനടിയിലൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് ആ പോയിന്റ്സിൽ തന്നെ ഇത് ഒട്ടിച്ചു വെക്കുന്നത്? അതായത് ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് പലർക്കും അറിയാത്തതും പലരും ചിന്തിക്കാത്തതുമായിട്ടുള്ളൊരു പോയിന്റാണ് ഈ പറയുന്നത്. കാരണം ഇതുപോലുള്ള കറസ്പോണ്ടൻസിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള അല്ല ഓർഗനിലുള്ള അസുഖം മാറുക എന്ന് വലിയൊരു ചോദ്യമാണ്. അത് ആരും പഠിപ്പിക്കാത്തൊരു സെക്ഷനാണ്, ആരും ചിന്തിക്കാത്ത ഒരു തോട്ടാണ്. അല്ല, നമുക്ക് വേണമെങ്കിൽ വല്ല നെറ്റിയിലെ മുഖത്തോ അല്ലെങ്കിൽ പാൻക്രിയാസ് ഇരിക്കുന്ന വയറിന്റെ ഭാഗത്തോ ഒക്കെ ഒട്ടിച്ചു വെക്കാം. അതിന് പകരം ഇത് കയ്യിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരം, ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെല്ലാണ്. നമുക്ക് മാത്രമുള്ള നമ്മുടെ ഓരോ സെല്ല്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ സെല്ലിൻ്റെ അക്യുമുലേഷനാണ്, സംയോജനമാണ്, ടിഷ്യൂസ് മസിലിൻ്റെ കൂടെ. അപ്പം ആ ഒരു സെല്ലിനകത്ത് നമ്മുടെ എൻഡോ സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഇൻറ്റേർണൽ ബോഡി പാർട്ടും എക്സ്റ്റേണൽ ബോഡി പാർട്ടിൻ്റെയും കറസ്പോണ്ടൻസ് ഈ പോയിന്റിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ, കറസ്പോണ്ടൻസിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓർഗനെയാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അല്ല, അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കിപ്പോൾ ഹാർട്ടിനോ അല്ലെ പാൻക്രിയാസിനോ കിഡ്നിക്കോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പറഞ്ഞ നെഗറ്റീവ് ഊർജ്ജം കൊണ്ടാണോ പ്രശ്നം വരുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ആഹാര രീതി, നമ്മൾ കൃത്യമായിട്ടുള്ള റെസ്റ്റ് ഇല്ല, ക്രമീകരണങ്ങളില്ല ഭക്ഷണം കഴിക്കുന്നതിന്. പിന്നെ ഭക്ഷണം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങൾ മാറുന്നതനുസരിച്ച് ബോഡി അത്രയും സ്ട്രെയിൻ ആവുകയാണ്, ബോഡിയുടെ അകത്തുള്ള ഫങ്ഷൻ. അപ്പം ഇതനുസരിച്ച് നമ്മൾ എത്രത്തോളം ആഹാരം കഴിക്കുന്നു അത്രത്തോളം നമ്മുടെ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോഡിക്ക് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ആഹാരം കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്. അതായത് 10 വയസ്സിലും അല്ലെങ്കിൽ 5 വയസ്സിലും ഒക്കെ അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ ഡയബറ്റിക് ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരൊന്നും ഭക്ഷണം കഴിച്ചിട്ടല്ലല്ലോ അങ്ങനെ. അതെ, പക്ഷെ അത് എന്ന് വെച്ചാൽ അമ്മയുടെ ഫീറ്റസിലുള്ളപ്പം അമ്മയുടെ തോട്ട്, അമ്മയുടെ ചിന്തകൾ, അമ്മ എന്താണ് വിചാരിക്കുന്നത്, അമ്മ കഴിക്കുന്നത്. ഇപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യത്തിന് യാത്ര ചെയ്യാനും പുറത്തു പോകാനും ഇപ്പോൾ ഭർത്താവ് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ മേടിച്ച് കഴിക്കാനും ഉള്ള സ്വാതന്ത്ര്യം എല്ലാം ഇന്ന് കൂടുതലാണ്. അപ്പം നമുക്ക് സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ആവശ്യങ്ങൾ കൂടുന്നു. അതനുസരിച്ച് നമ്മൾ പലതും നമ്മൾ കണ്ടില്ല, കേട്ടില്ല, അതിനകത്തുള്ളത് ഇത് കഴിക്കാമോ, ഇത് കഴിച്ചുവിടാൻ പാടില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പിസ്സ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷമാണ്, അല്ലെങ്കിൽ കലോറി കൂടും. കലോറി ഉള്ള കൂടുതൽ കഴിച്ചാൽ നമുക്ക് ആവശ്യം വളരെ തുച്ഛമായിട്ടുള്ള 300 കലോറിയോ 800 കലോറിയോ മതി. പക്ഷെ നമ്മളൊരു ഒറ്റ ഇതിൽ കൂടി തന്നെ 1000-2000 കലോറിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ ബേൺ ചെയ്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആ എനർജി അത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വരാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അതനുസരിച്ചുള്ള ബോഡി ഇതിനെ എന്ത് ചെയ്യും, പുറത്ത് കളയണം. അപ്പോൾ അതൊരു ഡിസീസായിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു അറിവ് ഉണ്ടെങ്കിലും നമ്മളിതൊന്നും ഇന്നത്തെ എന്താ പറയുക ജീവിതത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഇപ്പൊ ഈ ചെറുപയറൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഒട്ടും കുതിർക്കാതെ അല്ലേ ഒട്ടിച്ചു വെക്കുന്നത്? നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈർപ്പം ഉള്ളത് കൊണ്ട് അത് ഒട്ടിച്ചു വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക്
വളരെ ഇതായിട്ടുള്ളത് കിളിപ്പിച്ചത് വെച്ചാൽ ഇനിയും കുറച്ചുകൂടെ എനർജി കൂടുതലുള്ളതുണ്ട്. അങ്ങനെയുണ്ട്. അത് ഏത് തരത്തിലുള്ള സീഡ്സ് ആണ്? അല്ല, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ ഹയർ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ റിസർച്ച് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ സാധാരണ നമ്മൾ ആ കാര്യങ്ങളൊന്നും ക്ലാസ്സിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഇത് ഒട്ടിക്കുന്നതിനും ഉണ്ടല്ലോ പ്രത്യേകത, മെഡിക്കൽ ടേപ്പോ അങ്ങനെയൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഇത് സർജിക്കൽ ടേപ്പ് എന്ന് പറയാം, മെഡിക്കൽ ടേപ്പ് എന്ന് പറയാം, മൈക്രോ പോറസ് ടേപ്പ് എന്ന് പറയാം, പല പേരിലും. അല്ല, അതാണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സീഡ് തെറാപ്പി വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് സാധാരണ നിലയിൽ ഒരു സിറ്റിംഗ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സിറ്റ് കഴിയുമ്പോൾ ഞാൻ മിക്കവാറും എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊരു 2 സിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അവരെ വരേണ്ട ആവശ്യമേ ഇല്ല സത്യത്തിൽ. പിന്നെ അവർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇടയ്ക്കൊന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമോ ഒന്ന് വന്ന് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് തന്നെ മിക്കവാറും നല്ല ആശ്വാസം. അപ്പോൾ ഡയബറ്റീസ് 1 ആണെങ്കിലും 2 ആണെങ്കിലും എപ്പോഴും ഉപയോഗിക്കുന്നത് ഉലുവയാണ് കൂടുതലായിട്ട്. ഉലുവ എന്ന് പറയുന്നത് നമുക്കറിയാം മെഡിസിൻ വാല്യൂ ഉള്ളതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും നല്ലതിലൊന്നാണ് ഉലുവ, ജീരകം, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ വളരെ ഏറ്റവും നല്ലതാണെന്നറിയാം. ഇതെല്ലാം ഇതിനകത്തെല്ലാം ഉള്ള മെഡിസിൻ വാല്യൂ. അതുകൂടാതെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള എനർജിയാണ്. അപ്പോൾ അത് ഓരോ സിക്നെസ് അനുസരിച്ചാണ്, പ്രോബ്ലം അനുസരിച്ചാണ് നമ്മൾ ഓരോ സീഡും മാറ്റി കൊടുക്കുക. സാധാരണ നിലയിൽ ഇപ്പം നമ്മൾ ഉലുവ വെച്ചാൽ മതി. സാധാരണ കോമൺ ആയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഉലുവ അഥവാ ചെറുപയറിനകത്താകുമ്പം ഗ്രീൻ പ്രോപ്പർട്ടി കൊണ്ട്, ഗ്രീൻ കളർ കൂടിയാണ് അതിനകത്ത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഹാർഡാണ്. അപ്പം പക്ഷേ ഉലുവ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് പാൻക്രിയാസിന് ഏറ്റവും നല്ലതാണ്. ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളൊരു 23 പ്രാവശ്യം വെക്കുക. അതിനുശേഷം നമ്മളൊരു 5-6 ദിവസം, ഒരാഴ്ച നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ബോഡി ഒന്നുകൂടെ ഇതായിട്ട് ശേഷം നമ്മൾ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എത്ര നാൾ വെച്ചാലും നമുക്കതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് മാറിയാലും പിന്നെ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാകും. അപ്പം ഇത് ഒട്ടിച്ചു കഴിയുമ്പം കൊച്ചു കുട്ടികളോട്ട് പ്രായമായവർ വരെ അല്ല പലർക്കും പല രീതിയിലല്ലേ അത് ഹീലാകുക. അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ പച്ചക്കളറിലുള്ള ചെറുപയർ അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേ രോഗമാണെങ്കിൽ പല സമയമെടുത്തല്ലേ അത് ഹീലാകുക. ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി ഫാക്ടർ, പിന്നെ അവരുടെ വിശ്വാസം, ഹോർമോൺ വൈബ്രേഷൻസ്, പിന്നെ വളരെ ക്രോണിക് ആയിട്ടുള്ളവർക്ക് കർമ്മ പോലും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതനുസരിച്ചാണ്. പിന്നെ ചിലർക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോഡി റെസ്പോണ്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർ പറയല്ലേ മെഡിസിൻ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ലേ? അപ്പോൾ അവർ കോമാ സ്റ്റേജിലാണ്, സപ്പോർട്ട് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ച് ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, റിലേറ്റീവ്സിന് സന്തോഷമായി. അപ്പം ഒന്ന് മൂവ്മെൻ്റൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമുക്ക് ആശ്വാസം തരുന്നത്. വെച്ചാൽ അത് ബോഡി അത് സ്വീകരിക്കാൻ തുടങ്ങി. മറ്റേത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബോഡി അത് എടുക്കുന്നില്ല, ആ രീതി വരുന്നത്. അപ്പം നമുക്ക് എനർജി എന്ന് പറയുന്നത് പെട്ടെന്ന് ചിലർക്ക് അസുഖങ്ങൾ മാറും, ചിലർക്ക് കുറച്ച് സമയമെടുക്കും, ചിലർക്ക് കുറച്ചുകൂടെ സമയം, ചിലർക്ക് കൂടുതലായിട്ട് എടുക്കും. ഇതാണ് ഈ പറഞ്ഞത്. അതിൽ ചിലരുടെ കർമ്മ ബാധ്യതയും പിന്നെ രോഗത്തിൻ്റെ ആധിക്യം, പിന്നെ അവരെത്രത്തോളം ഡീപ്പായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു കൺസേൺഡ്. നമ്മൾ കുറേ നാൾ നമ്മൾ ഒരു രോഗം വന്നുള്ള ഞാനടക്കം കുറേ നാളായി കഴിയുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ രോഗത്തെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ പലരും പലരെയും ഒന്ന് വിളിച്ച് ചോദിക്കാറില്ല. അപ്പോൾ ഒരു രോഗം വന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്പെഷ്യൽ കെയറാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയുണ്ട്, അല്ല അമ്മച്ചിക്ക് സുഖമാണോ, അല്ല അപ്പച്ചന് സുഖമാണോ, ഡാഡിക്ക് സുഖമാണോ, അല്ല ഇന്ന ആൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് നമുക്കൊരു സുഖമാണ്. അതിൽ കൂടുതൽ എൻജോയ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ രോഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിനെ നമ്മൾ ഒരു പരിധിവരെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള സെക്ഷൻസാണ്. അപ്പം നമ്മൾ ആ രീതി വരുമ്പോൾ ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് മൈൻഡ് ലെവലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും മാറുന്നത്. അതാണ് നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ എല്ലാത്തിൻ്റെ കോസ് കണ്ടെത്തിയിട്ട്
മൈൻഡ് ലെവലിലൂടെ കറക്ഷൻ വരുമ്പോഴാണ്. അപ്പം മൈൻഡ് കണക്ഷനായി അവിടെ ഒരു കറക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആ രോഗം എന്താ പറയുക പൂർണ്ണമായിട്ട് മാറുന്ന അവസ്ഥ.